പ്രിയപ്പെട്ട ലേഡീസ്, നിങ്ങളുടെ പ്രിയദർശിനി യാത്രയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടല്ലോ. ഒരു മാസം പിന്നിടുമ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. പ്രിയദർശിനിയിൽ യാത്രക്കാരെല്ലാവരും ഹാപ്പിയാണ്. സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പദ്ധതിക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനിടെ ഏകദേശം 95 കോടിയുടെ സൗജന്യ യാത്രയാണ് അനുവദിച്ചത്. ഇന്ദുരേഖ രേണു ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ദു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ പ്രിയദർശിനി സൂപ്പർ ഹിറ്റാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. യാത്രക്കാർ ഓരോരുത്തരും ഹാപ്പിയാണ് എന്ന് നമ്മൾ മുൻപേ തന്നെ അറിഞ്ഞതാണ്. ഇപ്പോഴും അവരത് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും എന്താണ് യാത്രക്കാർ പറയുന്നത്? മറുവശവും കൂടി ഉണ്ടല്ലോ. KSRTC എന്ന് പറയുന്നു. പൂജ, ഞാനിപ്പോൾ രാവിലെ തന്നെ പ്രിയദർശിനി ബസ്സിൽ കയറി ഇങ്ങനെ ഒരു യാത്രയൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം പ്രിയത്തോടു കൂടി തന്നെ പ്രിയദർശിനിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറയാം. കുറച്ച് തിരക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറയാം. കാരണം നേരത്തെ ബൈക്കിലും അല്ലെങ്കിൽ സ്വന്തമായി വാഹനത്തിലും കാറിലും ഒക്കെ പൊക്കോണ്ടിരുന്ന പല സ്ത്രീകളും ഇപ്പം KSRTCനെ ആശ്രയിച്ചു തുടങ്ങി. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാധാരണ വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 3000 രൂപയോളം അവർക്ക് ലാഭിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് മറ്റു ചിലവുകളിലേക്ക് നീക്കി വെക്കാൻ പറ്റത്തക്ക വിധത്തിൽ പ്രിയദർശിനി ബസ് അവർക്കൊക്കെ ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കണം. ഒരു പക്ഷേ ഈ ഒരു സർക്കാരിന്, അതിപ്പം CP ജോൺ സാറിനായാലും അതുപോലെ തന്നെ ED സതീശൻ സാറിനായാലും ഒക്കെ ഏറ്റവും അഭിമാനത്തോടു കൂടി അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അവരുടെ ഒരു പുതിയ പദ്ധതിയായിട്ട് പ്രിയദർശിനി മാറുകയാണ്. ഇതിപ്പോൾ ഈ ബസ്സിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, അധികവും സ്ത്രീകളാണ് കയറുന്നത്. പുരുഷന്മാർ കയറുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അധികവും സ്ത്രീകളാണ് കയറുന്നത്. ഇവർക്കൊക്കെ ഇവരുടെ യാത്ര, ഇവർക്ക് എവിടേക്കാണോ എത്തിച്ചേരേണ്ടത് അവിടേക്ക് സുരക്ഷിതമായിട്ട്, അതുപോലെ തന്നെ പണമൊന്നും മുടക്കാതെ തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ്. ചേച്ചി എന്നും പ്രിയദർശിനി ബസ്സിൽ കയറുന്ന ഒരാളാണ്? ആണല്ലേ. അപ്പോൾ ഒരു മാസം പിന്നിടുകയാണ് ഈ ബസ് ഇങ്ങനെ ജൈത്രയാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെ ഒരു വളരെയധികം സൗകര്യമില്ലേ നമുക്കിതൊക്കെ? അതെ, എനിക്ക് നല്ല സൗകര്യമാണ്. കാരണം ഫ്രീ ആയിട്ട് ഇപ്പം കോളേജിൽ പോകാനായാലും കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഉപയോഗമാണ്. പിന്നെ ഒരുപാട് പൈസ നമുക്ക് ഇതിലൂടെ ലാഭിക്കാൻ പറ്റും സ്റ്റുഡൻസിന് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി. അതൊരു സ്റ്റുഡൻറ്റിൻ്റെ വാക്കുകളാണ് കേട്ടോ. ഇങ്ങനെ പ്രിയദർശിനി ബസ് ഇവർക്ക് സൗകര്യത്തോടെ ഇരുന്ന് പോകാൻ പറ്റും. സാധാരണ ലൈൻ ബസ്സിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് ചെറിയ തുകയ്ക്ക് ഇവർ കയറുന്നത് കൊണ്ട് തന്നെ എഴുന്നേൽപ്പിച്ച് വിടാനും അല്ലെങ്കിൽ ഇരുത്താതിരിക്കാനും ഒക്കെയുള്ള സാഹചര്യമുണ്ട്. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇരുന്ന് സൗകര്യപൂർവ്വം യാത്ര ചെയ്യാം. അതിപ്പം പ്രായമായവർക്കാണെങ്കിലും അല്ലാത്തവർക്കും എല്ലാം അതൊരു സൗകര്യമാണ്. അമ്മ എവിടേക്കാണ് പോകുന്നത്? നെയ്യാറ്റിൻകര. അപ്പോൾ പ്രിയദർശിനി ബസ് തുടങ്ങിയതിൽ പിന്നെ പൈസയൊന്നും മുടക്കാതെ നമുക്ക് യാത്ര ചെയ്യാമല്ലോ. സൗകര്യമായില്ലേ? സന്തോഷമാണല്ലേ. അപ്പോൾ എങ്ങനെ മുന്നോട്ട് ഇതിങ്ങനെ തന്നെ പോകാൻ തോന്നുന്നുണ്ടോ? മുന്നോട്ട് പോയാൽ നല്ലതാണോ? അത് തന്നെയാണ്. ഇവർക്കൊക്കെ ഇങ്ങനെ എത്ര സൗകര്യത്തോടു കൂടി ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല പണം മുടക്കേണ്ട. ആ പണം ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പുസ്തകം വാങ്ങാനോ മറ്റെന്തിനേലും ഒക്കെ മാറ്റിവെക്കാം. പ്രായമായവർക്കാണെങ്കിൽ മരുന്ന് വാങ്ങാനും മറ്റു വീട്ടു ചെലവിനുമായി ഒക്കെ ആയിട്ട് മാറ്റിവെക്കാം. അങ്ങനെ പൂജ ഒരുപാട് പേരാണ്. എനിക്ക് തോന്നുന്നു തുടക്കത്തിലൊരു 2.70 കോടി രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ പിന്നീട് അതിൽ മാറ്റിവെക്കുന്ന തുകയുടെ ഒരു എമൗണ്ടും കൂടിയിട്ടുണ്ട്. ചെറിയ തോതിലൊക്കെ ഒരു പ്രതിസന്ധി ഇതുകൊണ്ട് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്കുകളൊക്കെ ഗതാഗത മന്ത്രി അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയായിരുന്നാലും ഈ ഒരു യാത്ര ഒരുക്കി കൊടുക്കുന്ന സൗകര്യം സ്ത്രീകൾക്ക് വളരെ വലുതാണ്. അത് അവർക്ക് ഒരുക്കി കൊടുക്കുന്ന ഒരു കോൺഫിഡൻസും വളരെ വലുതാണെന്ന് തന്നെ പറയാം. തുടക്കത്തിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇതൊരു ഔദാര്യമല്ല, അവകാശമായിട്ട് മാറുകയാണ്. അവർക്ക് ആത്മാഭിമാനത്തോടു കൂടി യാത്ര ചെയ്യാൻ ഞങ്ങൾക്കുമുണ്ട് ഇങ്ങനെ ഒരു സൗകര്യം എന്ന് പറയത്തക്ക വിധത്തിൽ ഈ ഒരു പദ്ധതി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. മാത്രമല്ല യാത്രക്കാരുടെ എണ്ണം വളരെയധികം കൂടി. ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ എണ്ണത്തിലൊരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത് പ്രിയദർശിനി ബസ് വന്നതിൽ പിന്നെ. പൂജ, ഓക്കെ ഇന്ദു, എന്തായാലും പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ദുവും സംസാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, തുടക്കം മുതൽ തന്നെ ഇത് വൻ വിജയമാണ്. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അത് സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രതികൂലിച്ചൊക്കെ പലരും ആൾക്കാർ പറയുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ടൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ, പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കറിയാം ദിവസവും ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു കാശ്, 2 നേരമുള്ള യാത്രയുടെ ആ ഒരു കാശ് നമുക്കൊന്ന് മിച്ചം പിടിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ഗുണം അതാത് വീടുകളിലേക്ക് എത്തുമല്ലോ. ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഒരു മാസം പിന്നിടുമ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതി പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് വിജയത്തോടു കൂടി തന്നെ പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യവും. ഇനി മറ്റൊരു വശം ഇതിനകത്തുള്ളത്, നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് ഈ പ്രൈവറ്റ് ബസ്സുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതിനെക്കുറിച്ചും ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ കരകയറാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും
രൂപീകരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തേക്ക് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ഉൾപ്പെടെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ കാര്യം കൂടി കൃത്യമായി ഒന്ന് നടപ്പിലാക്കി പോവുക എന്നുള്ളതും കൂടി അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ദുലേഖ രേണു ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.